നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിരെ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് അവള് നിന്നെ ഒഴിവാക്കാൻ ഉറക്കമരുന്ന് ഉപയോഗിച്ചു. നാളെ ഒരു സമയം നിന്നെ എന്നേക്കുമായി ഒഴിവാക്കണമെന്ന് അവൾക്ക് തോന്നിയാ നിനക്ക് അവള് ചിലപ്പോ വിഷവും തരും. കുഞ്ഞിന് വേണ്ടിയാവുമ്പോ ചിലപ്പോ അവൾ അതിന് മടിക്കില്ല. സൂക്ഷ്യം കണ്ടു നിന്ന നിനക്ക് കൊള്ളാം. ആതിരെ എഴുന്നേറ്റോ? മോൾക്ക് പെട്ടെന്ന് വയ്യാതായപ്പോ സന്ദീപും അർച്ചനയും കൂടി കുഞ്ഞിനെയും കൊണ്ട് പോയി. അതെന്താ, ഞാനിന്ന് ഉണരില്ലാന്ന് കരുതിയോ? അതോ അങ്ങനെ വരുത്തി തീർത്തോ? മോൾ എന്തൊക്കെയാ പറയുന്നത്? ആദ്യത്തെ വാക്സിനേഷൻ അല്ലേ, അപ്പൊ അത് മുടക്കാൻ പറ്റുമോ? അവന്തിക എടുത്തി അനക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവരെ ആരെങ്കിലും അച്ഛന് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? എനിക്കറിയാം എല്ലാരും കൂടി എന്നെ പറ്റിക്കുവാണെന്ന്. അങ്ങനൊന്നുമില്ല, എല്ലാം നിനക്ക് തോന്നുന്ന. നീ ഇത്രയ്ക്ക് ശോഭിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞിനിങ്ങിതാ, എനിക്കൊരു മയക്കം വന്നപ്പോ ആ അവസരം നിങ്ങൾ മുതലെടുത്തല്ലേ. ഞാൻ എങ്ങനെയാ ബോധം കേട്ടാന്ന് ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിന് ഞാൻ പിന്നീട് ഉത്തരം പറയാം. ഞാനൊരു കാര്യം പറയാം. ബോധം കെട്ടെന്നല്ല, ഞാൻ ഇനി ചത്ത് കിടന്നാ പോലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തു പോവരുത്. പറഞ്ഞാലും മനസ്സിലാവില്ല. ആതിര പറയുന്നത് കേട്ട് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ സ്വഭാവം ഏറ്റവും നന്നായിട്ടറിയാവുന്നത് നിനക്കല്ലേ. അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട. സന്ദീപ് എവിടെ മോളെ? ഇപ്പൊ വരുവച്ചാ. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നിന്നോട് പഞ്ച് ഡയലോഗ് അടിക്കാറാ പതിവ്. ആ പതിവ് ഇന്ന് ഞാൻ തെറ്റിക്ക. ജീവശവായിട്ട് നീ എന്റെ മുന്നിലിങ്ങനെ നിൽക്കുമ്പോ ഞാൻ മൊത്തത്തിൽ കൊല്ലുന്നില്ല. ഇപ്പോ അർച്ചനയുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ പേര് അവന്തിക എന്നല്ല, ഇനിയും പേരിടാത്ത ആ കുഞ്ഞ. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പേ നിന്നെ തകർക്കുന്ന ആ കൈക്കുഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.